ഒരാൾ മരണപ്പെട്ടതിന് ശേഷം പോകാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. എന്റെ പുറകുവശത്ത് കാണുന്ന ഈ പള്ളി കണ്ടോ? ഞാനിപ്പോ റോമിലാണുള്ളത്. ഈ പള്ളിയിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ചില തെളിവുകളുണ്ട്. ഞാനിപ്പോ പള്ളിയുടെ ഉള്ളിൽ ചെന്ന് കാണിക്കാം. ഈ പള്ളിയുടെ പേര് കിയസ സാക്ര കുവോറദിൽ സുഫ്രാജിയോ എന്നാണ്. ഈ പള്ളി റോമൻ ആർക്കിടെക്ചറിന്റെയും അതുപോലെ ഗോത്തിക് ആർക്കിടെക്ചറിന്റെയൊക്കെ ഒരു ബ്ലെൻഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഗോത്തിക് ആർക്കിടെക്ചറാണ് ഒരുപാട് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഈ പള്ളിയിൽ. 19ാം നൂറ്റാണ്ടിലാണ് സത്യത്തിൽ ഇപ്പം കാണുന്ന ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള പള്ളി തീപിടുത്തത്തിൽ നശിച്ചപ്പോൾ വിക്ടർ എന്ന പേരിലുള്ള അച്ഛനാണ് ഈ പള്ളി പിന്നീട് പുതുക്കി പണിഞ്ഞത്. ഇനി ഈ പള്ളിയിൽ വന്നതിന്റെ മെയിൻ പർപ്പസിലേക്ക് വരാം. ഇതാണ് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ തെളിവുകളുണ്ടെന്ന് പറഞ്ഞ ആ ചെറിയ മ്യൂസിയം. ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് ഇതുള്ളത്. ഈ പള്ളിയിലുണ്ടായിരുന്ന ചില പ്രെയർ ബുക്സിലും ബൈബിളിലും ഒക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അല്ലെങ്കിൽ ഈ ഇടവകയിൽ നിന്ന് മരിച്ചുപോയതായിട്ട് കണക്കാക്കപ്പെടുന്ന ആൾക്കാരുടെ കൈപ്പത്തിയുടെ അടയാളങ്ങളൊക്കെയാണ് കണ്ടെത്തിയത്. ഇവിടുത്തെ വികാരി അച്ഛന് ഈ പള്ളിയിൽ തീപിടിച്ചതിന് ശേഷം ഉണ്ടായ ദർശനത്തിൽ മനസ്സിലായത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഇടവക അംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ്. ഇതൊരു ചെറിയ മ്യൂസിയമാണ്. വത്തിക്കാൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ടിക്കറ്റോ അതുപോലെ അപ്പോയിൻമെൻറ്റോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യവുമില്ല. മാക്സിമം റോമിൽ വരുന്നവർ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളും ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നവർ മിസ് ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ മാക്സിമം പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണ് ഇതിന് ഏക വഴി.